നല്ല സൂപ്പർ ചക്കക്കുരു പക്കോട. എന്നാ മഞ്ഞപ്പൊടി, ഗരം മസാലപ്പൊടി 1 സ്പൂണ്, കളറിനും എരിവും ഉണ്ട്, അത്യാവശ്യം കളറിന് വേണ്ടിയിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, പെരുംജീരകം, കുരുമുളക് ഇത് ചതച്ച് എടുക്കണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ കറിവേപ്പില, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ഉപയോഗിക്കാം, ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. കഴുകി അത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ട് അതിലേക്ക് കുക്കറിനകത്തോട്ട് ചക്കക്കുരു ഇട്ട് ഒരു 5-6 വിസില് അടിക്കുന്നോടം വരെ വേവിച്ചെടുക്കണം. വെന്ത ചക്കക്കുരുവിന്റെ വെളുത്ത പാട മാത്രം പൊളിച്ചു കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുക്കുക. ചക്കക്കുരു കൂട്ടിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവോള ചേർക്കുക. നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ സവോളയെ. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചെറുതായിരുന്നു, നാടൻ കറിവേപ്പില. പക്ഷെ അപ്പടി മഴ കാരണം ഇലയെല്ലാം ഊരിപ്പോയിട്ട് തളുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കറിവേപ്പില ചേർത്തു. അതിനുശേഷം ഞാനൊരു ഇച്ചിരി മല്ലിയില ചേർക്കുവാണേ, കൊത്തി അരിഞ്ഞത് മല്ലിയിലയായി. പിന്നെ പെരുംജീരകം, മസാല, മഞ്ഞപ്പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത്, 5 സ്പൂണ് കടലമാവ്, 2, 3, 4, 5. 1 സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാനായിട്ടാണ്. അഡീഷണൽ ആയിട്ട് 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ ഇച്ചിരി ഒരു അരമുറി നാരങ്ങയുടെ കുരു കളഞ്ഞ നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിന് എടുക്കാൻ വേണ്ടി ഇത് ടൈറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ, ആവശ്യത്തിനനുസരിച്ച്. അങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി എടുക്കാനായിട്ട് അനുസരിച്ച് വെള്ളം ഒഴിച്ച് എണ്ണയിലേക്ക് ഇടണം. എണ്ണ ഒഴിച്ച്, ഞാൻ ഇപ്പൊ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇടാൻ പോവാ ഞാനേ. എന്നുവെച്ചാൽ ഒത്തിരി കട്ടി പാടില്ല, എന്നുവെച്ചാൽ അകം വേകാതിരിക്കും. അപ്പൊ അധികം കട്ടിയില്ലാതെ. അതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. പക്കോട എന്ന് പറയുമ്പോൾ പല ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട. ഇത് മൂക്കുന്ന അനുസരിച്ച് ഇളം ബ്രൗൺ കളറാകുമ്പോ ഇത് ഓരോന്ന് എടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടോടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ലൊരു ഡിഷാണ്.